രാജ്യമെങ്ങും നവരാത്രി ആഘോഷ നിറവാണ്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വിവിധ പരിപാടികളും ഇപ്പോൾ നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് സ്മിത ഹരിദാസും ദീപക് തർമ്മടവും. ഗുഡ് ഈവനിങ്, രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പ്രവാഹം എങ്ങനെയുണ്ട്? ഗുഡ് ഈവനിങ് എസ് കെ എൻ. ഗുഡ് ഈവനിങ്, നവരാത്രി ആശംസകൾ എസ് കെ എൻ. സ്മിത, ഹാപ്പി പൂജ. എങ്ങനെയുണ്ട് മൂകാംബികയിൽ വന്നിട്ട്? ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എസ് കെ എൻ, ഇപ്പോൾ സ്മിത ഒരു ഭക്തയായി മാറിയിരിക്കുന്നു, ഒരു ഭക്ത ശിരോമണിയായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. എസ് കെ എൻ, ഈ രാജ്യത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും നവരാത്രി ആഘോഷം നടക്കുന്നുണ്ടെങ്കിലും ഇമ്മിണി വലിയ നവരാത്രി ആഘോഷം നടക്കുന്നത് അത് കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ തന്നെയാണ്. കാരണം ഇവിടെയുള്ള പ്രതിഷ്ഠാ സങ്കല്പം തന്നെ ഈ നവരാത്രി ആഘോഷവുമായി ചേർന്ന് കിടക്കുന്നതാണ്. കാരണം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപിണി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെ തന്നെ പറയുന്നത്. കാരണം ഈ നവരാത്രി മഹോത്സവത്തിലെ വിവിധ ദേവതകളായി മാറുന്ന എല്ലാ ദേവതകളെയും ഐക്യസ്വരൂപമായാണ് മൂകാംബിക എന്നുള്ളതാണ്. ശരിക്കും സ്മിതയുടെ ഒരു പാട്ട് വരേണ്ടതാണ്, കാരണം ഒരു കീർത്തനമെങ്കിലും വരേണ്ടതാണ്. നാളെ കാലത്ത് 3 മണിക്കാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നിരവധി പേർ, ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഇന്ന് രഥോത്സവത്തിനും ആയിരക്കണക്കിന് ആളുകളായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ക്ഷേത്രം കിടക്കുന്നത് കർണാടകത്തിലാണ്, കർണാടകത്തിലെ ഉടുപ്പി ജില്ലയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എത്തുന്ന ഭക്തർ എവിടെ നിന്നാണ്? മലയാളികളാണ് ഇവിടെ കൂടുതൽ എത്തുന്നത്. എസ് കെ എൻ, അതറിയാലോ, എല്ലാ വർഷവും എത്രയോ മലയാളികൾ. നമ്മളിവിടെ അന്ന് നിൽക്കുമ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത്രയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്നു. കഴിഞ്ഞ തവണയിൽ നിന്നൊക്കെ, മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഉച്ചയ്ക്കായിരുന്നു പുഷ്പരഥോത്സവം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ അറിയാലോ എസ് കെ എൻ, നമ്മളിവിടെ നിന്നിട്ട് തിക്കും തിരക്കുമായിരുന്നു ഭക്തജനങ്ങളുടെ. ഇത്തവണ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ. ഭക്തർക്ക് ചില പ്രതിഷേധങ്ങളുണ്ട്. കാരണം എസ് കെ എൻ, ഇപ്രാവശ്യം ഈ എന്തെങ്കിലും രീതിയിലുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി ഈ രഥം, അതായത് പുഷ്പരഥം പോകുന്ന സമയത്ത് ആരെയും തന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ല. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും, നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലൊക്കെ വലിയ ദുരന്തങ്ങൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടക പോലീസ് കർശനമായ നിലപാടെടുത്തിരുന്നു. അതിൽ ചില പ്രതിഷേധമൊക്കെ ഭക്തന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ അത് സുരക്ഷയുടെ മാനദണ്ഡത്തിൽ വളരെ നന്നായിരുന്നു, അല്ലേ സ്മിത? അപ്പോൾ അതുമാത്രമല്ല, ഇന്നിപ്പോൾ പുറത്തേക്ക് ശിവേലി ഉണ്ടായിരുന്നു എഴുന്നള്ളിച്ച്, അത് കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് ഭക്തരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ പരിസരത്തെല്ലാം തന്നെ ഒരുപാട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇവിടത്തുകാരായ ഭക്തരുണ്ട്. നാളെ വെളുപ്പിന് തന്നെ 3 മണിക്ക് തന്നെ വിദ്യാരംഭത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങും. എത്ര മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് വരും? ഞാൻ ഏർലി മോർണിംഗ് എത്തും. അല്ലേ? അപ്പോൾ എസ് കെ എൻ ആദ്യം തന്നെ സ്മിത ഇവിടെ എത്തും. ഏതാണ്ട് 3 മണി 4 മണിക്ക് എത്തും. അത് കഴിഞ്ഞ് എസ് കെ എൻ എത്തുമ്പോഴേക്കും ഞാനും വരും. നമുക്കൊന്ന് ഇവിടെയുള്ള നിരവധി ഭക്തരുണ്ട്, അവരോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് മൂകാംബികയിലെ? കൊല്ലത്തിൽ വരുന്നതാണ്. ആ സമയമാകുമ്പോൾ നമുക്ക്. നാടെവിടെയാ? കണ്ണൂരാണ്. എവിടെയാണ് ചേട്ടൻ? എവിടെയാ? മലയാളിയാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എല്ലാ കൊല്ലം വരുമോ? ഇല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയാണ് ചേട്ടാ? കോഴിക്കോട്. എസ് കെ എൻ്റെ നിരവധി ഫാൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ 24ന്റെ പ്രേക്ഷകർ നിരവധിയുണ്ട്. എങ്ങനെയാണ്? ആരുടെ ഫാനാ? എസ് കെ എൻ്റെ ഫാന്. എസ് കെ എന് മൂകാംബികയിലും ഫാൻസ് ഉണ്ട് എസ് കെ എൻ. അപ്പം നവരാത്രി ആശംസകൾ. കാലത്ത് നമ്മൾ സ്മിത അവിടെയുള്ള നമ്മുടെ 24 പ്രേക്ഷകരോടും എന്നെ വിടാത്ത പിന്തുടരുകയൊക്കെ ചെയ്യുന്ന ഭക്തരോടെല്ലാം എൻ്റെ അന്വേഷണം പറയുക. താങ്ക് യു സ്മിത ഹരിദാസ് ആൻഡ് ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.